നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 7.5 ശനി കടന്നു പോകുന്ന കാലഘട്ടമാണ്. മീനം രാശിക്കാർക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ശനിയുടെ മക്കളാണ്. ശനി അച്ഛനാണ്, ഇവരുടെ അച്ഛൻ ശനിയാണ്. എക്കാലത്തും ശനിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. മാത്രമല്ല ഇവര് നക്ഷത്ര ദേവത, ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് ഓം അഹിർബുദ്ധിന്യായ നമ, ഓം അഹിർബുദ്ധിന്യായ നമ എന്ന് ഉള്ള മന്ത്രം എന്നും ജപിച്ചുകൊണ്ടിരിക്കുക. നക്ഷത്രനാഥൻ ഇവരുടെ ശനിയാണ്. ഇവരുടെ ശനിയുടെ അധിഷ്ഠാന ദേവതയാണ് ശാസ്താവ്. ശാസ്താവിനെ ഭജിക്കുക. എല്ലാ ശനിയാഴ്ചയും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധിഷ്ഠാന ദേവതയായ ശനിയെ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ശാസ്താ മന്ത്രങ്ങൾ ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുക. എന്തെങ്കിലുമൊക്കെ ശനിയെ ഭജിക്കാൻ പറ്റുന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താം. എന്തൊക്കെ ശനിക്ക് ചെയ്യാൻ പറ്റുന്നോ ആ വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്യാം. മീനക്കൂറിന്റെ അധിപൻ വ്യാഴമാണ്. ആകയാൽ വ്യാഴത്തെയും അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നത് ശ്രേഷ്ഠകരമാണ്. വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ മഹാവിഷ്ണുവിനെ, അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ ഉപാസിക്കുക. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോവുക. മഹാവിഷ്ണുവിന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. വർഷത്തിലൊരിക്കലെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് നടത്തുക. നിങ്ങളുടെ ഏത് നല്ല കാര്യങ്ങൾ വരുമ്പോഴും മഹാവിഷ്ണുവിനെ ഓർക്കുന്നതും ശാസ്താവിനെ ഓർക്കുന്നതും ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നതും മഹാവിഷ്ണുവിന് വഴിപാടുകൾ ചെയ്യുന്നതും ഓം അഹിർബുദ്ധിന്യായ നമ എന്ന് 24 മണിക്കൂർ നിങ്ങൾ ജപിക്കുന്നതും ഒക്കെ, ഈ മന്ത്രം ഉരുവിടുന്നതും ഒക്കെ നിങ്ങളുടെ ദോഷപരിഹാരങ്ങൾ, ഇപ്പൊ ശനിദോഷങ്ങൾ കുറയ്ക്കാൻ ഉത്തമമാണ്. ദശകൾ മാറി മാറി വരുന്നതിനനുസരിച്ച് ഇപ്പോൾ ബുധദശാകാലം, കേതുർദശാകാലം, ശുക്രദശാകാലം ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ദശാകാലം നല്ലതാണോ നോക്കിയിട്ട് ആ ദശാകാലത്തിന്റെ ദേവതകളെ ഭജിക്കുന്നതുമൊക്കെ ഉത്തമമായിരിക്കും. സ്വന്തം കുടുംബദേവതയുണ്ടെങ്കിൽ കുടുംബദേവത ആരാണെന്ന് അച്ഛനമ്മമാരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഗ്രാമദേവത, ഇഷ്ടദേവത, ഇതിനെ മൂന്നിനെയും നിങ്ങൾ വേണ്ടതുപോലെ ഉപാസിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ശനിദോഷങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും എല്ലാം നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. നിർബന്ധമായിട്ടത് കണ്ടിരിക്കുക, ചെയ്തിരിക്കുക.